പാലക്കാട് പടക്കം പൊട്ടിച്ചതിൽ പോലീസുകാരും UDF പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പാലക്കാട്ട് നേരിയ സംഘർഷമുണ്ട് എന്നതും റിപ്പോർട്ടായി വരുന്നുണ്ട്. UDF പ്രവർത്തകർക്ക് നേരെ CPM പ്രവർത്തകർ സോഡാ കുപ്പി എറിഞ്ഞിട്ടുണ്ട്. ഷാരിഖ് നവാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, പാലക്കാട് ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പലയിടങ്ങളിലും ഈ ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിനും പടക്കം വാങ്ങി സൂക്ഷിക്കുന്നതിനുമൊക്കെ ജില്ലാ കളക്ടർമാർ ചില ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. പാലക്കാട്ടെ സ്ഥിതി എന്താണിപ്പോൾ? ഗോപികൃഷ്ണൻ, എന്തായാലും ഇപ്പോൾ പ്രശ്നം ശാന്തമായിട്ടുണ്ട്. പോലീസ് ഇവിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പാലക്കാടിന്റെ തിളക്കമാർന്ന വിജയത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം ഈ വഴി കടന്നുപോയത്. ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് വലിയ തോതിൽ സംഘർഷമുണ്ടായത്. അതായത് ആദ്യം പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പിന്നീടാണ് ഇവിടെ നിന്ന് കൂടുതൽ സമയം DJ വെച്ച് UDF പ്രവർത്തകർ ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നു. ഇതിൽ പ്രകോപനപരമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കുപ്പിയേറും അതുപോലെ തന്നെ കല്ലും UDF പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞുണ്ടായി. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർക്കും അതുപോലെ തന്നെ 2 UDF പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. എന്തായാലും കൂടുതൽ പോലീസ് എത്തി സംഭവം അപ്പോൾ തന്നെ പ്രശ്നം ശാന്തമാക്കിയിട്ടുണ്ട്, രംഗം ശാന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് വലിയ തോതിൽ വൻ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നത്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനം കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു സംഘർഷാവസ്ഥ പാലക്കാട് നഗരത്തിൽ ഉണ്ടായത്. ഗോപികൃഷ്ണൻ, എന്തായാലും ഒരു വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോവാതിരിക്കട്ടെ. ഇവിടെ SK തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരും, ജയപരാജയങ്ങൾ മാറി മാറി വരും, രണ്ടും ശാശ്വതമല്ല. അതുകൊണ്ട് ജയിച്ചവർ ഈ കേരളത്തോട് കൃതാർത്ഥരാവുക, തോറ്റവർ സംയമനം പാലിക്കുക. നമുക്ക് കേരളമാണ് വലുത്, നമ്മളെല്ലാവരും ഒന്നാണ്, അത് കേരളമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സമാധാനത്തോടെ നിയമസഭ കൂടുക, അത്രയുള്ള SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.